Hello, very good morning and welcome. So, another day, another mode of meditation. Okay, so സഡൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബിഗിൻ ചെയ്യാം. സോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഈ സിറ്റുവേഷനിൽ ഇരിക്കാം. ആൻഡ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ ഫോൺ സൈലന്റ് ആണെന്നുള്ളത് ഉറപ്പ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. നിങ്ങളുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ എങ്ങനെയാണോ അങ്ങനെ ഇരിക്കുക. നിങ്ങളുടെ ഇടത് കൈക്ക് മുകളിൽ വലത് കൈ വെച്ചിട്ട് തമ്പുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാം. സ്ലോലി നിങ്ങളുടെ ബോഡി റിലാക്സ് ചെയ്തുകൊണ്ട് ക്ലോസ് യുവർ ഐസ്. പതിയെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Take a deep breath in, hold on and breathe out. Take a deep breath in, hold on and breathe out. Again, take a deep breath in, hold on and breathe out. ഇപ്പോ നിങ്ങളെ ചിന്തകളിലേക്ക് ശ്രദ്ധിക്കാം. നിങ്ങളെ ഉള്ളിൽ നിന്നും നിങ്ങളെ പലതിനും പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് ചിന്തകൾ നിങ്ങൾക്കിപ്പോൾ ഐഡന്റിഫൈ ചെയ്യും. നെഗറ്റീവായിട്ട് നിങ്ങളെ ഉള്ളിലേക്ക് വരുന്ന, നിങ്ങളുടെ ഉള്ളിൽ നിന്നും ക്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരുപാട് വേർഡ്സ്, നിങ്ങളെ ഹാർട്ട് ചെയ്യുന്ന വേർഡ്സ് എല്ലാം നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ മുന്നിൽ കാണും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ തോട്ട്സും നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ ഒരു തോട്ട്സ് ആണ് നിങ്ങൾക്ക് സ്ട്രെസ്, ഇൻസെക്യൂരിറ്റി, സെൽഫ് ഡൗട്ട് ഒക്കെ ഉണ്ടാക്കുന്നത്. സോ ആ എല്ലാ തോട്ടിനെയും കൂടെ നിങ്ങൾക്ക് കൺജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ കാണാവുന്നതാണ്. നിങ്ങളുടെ ബോഡിയിൽ എവിടെയെങ്കിലും നിങ്ങൾ കാണാത്ത തോട്ട്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എല്ലാ തോട്ട്സിനും നിങ്ങൾക്ക് പാടാൻ തോട്ട്സുകൾക്ക് മുകളിൽ നിങ്ങളുടെ അവയർനെസ്സിൽ എത്തിക്കാവുന്നതാണ്. യു ആർ അവെയർ ഓഫ് എവറിത്തിങ്. നിങ്ങൾക്ക് വരാൻ പോകുന്ന തോട്ട്സ്, നിങ്ങളുടെ ലൈഫ് ലെസൺസ് എല്ലാം, എല്ലാത്തിലും നിങ്ങൾ അവെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങളിപ്പോ നിങ്ങളോട് തന്നെ കാരുണ്യവാനായിരിക്കുക. And slowly നിങ്ങൾക്കുള്ളിലേക്ക് ഒരു ഡിവൈൻ ലൈറ്റ് എൻട്രി ചെയ്യുന്നതായിട്ട് കാണാം. എ ഡിവൈൻ ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ മൂക്കിലൂടെ പ്രവേശിച്ച് നിങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ ആ ഒരു ലൈറ്റ്, ആ ഒരു പ്രകാശം സ്പ്രെഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഓരോ ബ്രീത്ത് എടുക്കുമ്പോഴും ആ ഒരു ലൈറ്റ് നിങ്ങളെ ബോഡിയിലുടനീളം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ഡാർക്ക് കളറായിട്ട് ഫീലിങ്സ്, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന എല്ലാ തോട്ട്സും, ആ വികാരങ്ങളും നിങ്ങൾ ബ്രീത്ത് റിലീസ് ചെയ്യുന്ന സമയത്ത് എക്സ്പെൽ ആയി പോവാണ്. ആ ഒരു ഗോൾഡൻ ലൈറ്റ് നമ്മുടെ ബോഡിയിൽ ആകെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഓൾസോ നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു ലാസ്റ്റ് ഡാർക്ക് സ്പോട്ട് വരും റിലീസാണ്. ഞാൻ 10 വരെ എണ്ണുമ്പോഴത്തേനും റിലാക്സേഷനിലേക്ക് പോകും. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് റിലാക്സ് ആയി നിങ്ങളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്ന എല്ലാ തോട്ട്സിനെയും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിരിക്കുകയാണ്. ആൻഡ് നൗ യു ആർ ദ പ്യുവർ സെൽഫ്. ആർക്കെങ്കിലും ഫോർഗീവ് ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ പൂർണ്ണമായിട്ടും ഫോർഗീവ് ചെയ്തു കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടി എല്ലാവരോടും കാരുണ്യമുള്ള ആളാവുകയാണ്. നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാം. എല്ലാവരോടും എല്ലാത്തിനോടും നിങ്ങൾ മാപ്പ് കൊടുത്തിരിക്കുക. സ്ലോലി നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ കിട്ടിയ എല്ലാ സന്തോഷങ്ങൾക്കും നന്ദി പറയുക. നിങ്ങൾക്ക് കിട്ടിയ ഓരോ അനുഗ്രഹത്തിനും നിങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് myself. Thank you so much my creator. Thank you so much everyone. And also എല്ലാത്തിനോടും ഒരു അൺകണ്ടീഷണൽ ലവ് എക്സ്പ്രസ് ചെയ്യാൻ. I love the world. I love everyone. I love myself. I love my creator. പതിയെ നിങ്ങൾക്ക് ചിന്തകളൊന്നും ഇല്ലാത്ത ആ ഒരിടത്തിലേക്ക് പോകാം. ഒരു ഡിവൈൻ സ്പേസ്, ചിന്തകളൊന്നും ഇല്ലാതെ ആ ഒരു സ്പേസിൽ നമുക്ക് നിൽക്കാവുന്നതാണ്.
ഇനി നിങ്ങൾക്ക് എന്റെ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം. പതിയെ നിങ്ങളോട് പറയാം. ആമിന, I'm going to success. I am better than everyone. And the biggest supporter of me. I am a pure love myself and I love others. പതിയെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തിട്ട് പതിയെ നല്ലതാക്കാം. So yeah, welcome back. നമുക്ക് എല്ലാവർക്കും ഉള്ളില് ഒരു ഇന്നർ ക്രിറ്റിക് ഉണ്ട്. അതായത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ടും നമ്മൾ പോയിട്ടുള്ള ഒരുപാട് പാതകൾ കൊണ്ടും നമുക്ക് വരുന്ന ചലഞ്ചസ്, ട്രോമാസ്, പ്രോബ്ലംസ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളില് നമ്മൾ പോലും അറിയാതെ ക്രിയേറ്റ് ആയിട്ടുള്ള ഒരുപാട് ക്രിറ്റിക് ഉണ്ട്. ഈ ഒരു ഇന്നർ ക്രിറ്റിക് ആണ് നമുക്കുള്ള സ്ട്രെസ്സും ഇൻസെക്യൂരിറ്റിയും അങ്ങനെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന എല്ലാ റീസൺസും കൊണ്ടുതരുന്നത്. സെൽഫ് ഡൗട്ട് ഒക്കെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ആയിട്ടായിരുന്നത്. ഒരുപാട് ആളുകള് ഈ ഒരു ഇന്നർ ഹാർഷ് ആയിട്ടുള്ള വോയിസ്, അതായത് ഞാൻ ഒന്നിനും പറ്റൂല, എനിക്കൊന്നും പറ്റൂല, ഞാൻ എപ്പോഴും ഫെയിൽ ആയിക്കൊണ്ട്, ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഉള്ളിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ലൈഫിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല. ഇന്നത്തെ ഈ ഒരു മെഡിറ്റേഷനിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ള എന്താന്ന് വെച്ചാല് നിങ്ങളുടെ ഉള്ളില് ഒരു കോൺഫിഡൻസിനെയും ഒരു പീസിനെയും ബിൽഡ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ആ ഒരു ഇന്നർ ക്രിറ്റിക്കിനെ റിലീസ് ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഡിവൈൻ എനർജി, ഡിവൈൻ ആയിട്ടുള്ള ഹീലിംഗ് എനർജി, ഹീലിംഗ് പവർ എനർജീനെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഫൊർഗീവ് ചെയ്യും, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുകയും അതേപോലെ തന്നെ ലവ്, അൺകണ്ടീഷണൽ ലവ് എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഇപ്പൊ നമ്മളെ മൈൻഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആ ഒരു മൈൻഡ്ഫുൾനെസ് ടൂളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സോ ഇവിടെ എന്താണ്, നിങ്ങളെ മൈൻഡ് സേഫ് ആണ്. ആൻഡ് ഓൾസോ ഇനിയുള്ള സമയങ്ങളിലും നിങ്ങളെ മൈൻഡ് സേഫ് ആയിരിക്കും. ഇപ്പൊ നിങ്ങളെ മൈൻഡ് നിങ്ങളെ ക്രിറ്റിക്കല്ല, ഇറ്റ്സ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ലൈഫിൽ ഇതുവരെ കിട്ടാത്ത ഒരു ഡേ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.